നമസ്കാരം. ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ചില വാർത്തകൾ ചെയ്തിരുന്നു, പരാതികൾ നൽകിയിരുന്നു. ഇപ്പോൾ വ്യക്തമായി പറഞ്ഞാൽ ആ പരാതിക്കനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നില്ല. എന്താണ് കാരണം? ഞങ്ങൾ വ്യക്തമായി സൂചിപ്പിച്ചു. എന്താണ് കാരണം? ഈ വൃത്തികെട്ട വിമത യൂണിയനായ, അതായത് OA എന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഈ വൃത്തികെട്ടവനെ കോൺഗ്രസിലേക്ക് അയച്ച് ഒരു വിമത യൂണിയൻ ഉണ്ടാക്കിച്ചു. അതാണ് വാസ്തവം. വിമത യൂണിയൻ ഉണ്ടാക്കാൻ തന്നെ കാരണം ഓഫീസർ അസോസിയേഷന് അവിടെ കോൺഗ്രസിന്റെ സംഘടനയെ രണ്ടായി പിളർത്തി നിർത്തണം. ഓഫീസർ അസോസിയേഷനും അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനയും തീരുമാനിക്കുന്നത് കോൺഗ്രസിന്റെ സംഘടനകളെ രണ്ടാക്കുക. ഈ വൃത്തികെട്ടവന്റെ ആണ്, പേര് പ്രശാന്ത് എന്നാണ്. വൃത്തികെട്ടവൻ തന്നെയാണ്. കൂട്ടിക്കൊടുപ്പിന്റെയും അഡ്ജസ്റ്റ്മെന്റിന്റെയും സാമ്പത്തിക ഇടപാട് നടത്തി എല്ലാ കേസുകളും ഒതുക്കുന്നവന്റെ ഒരു പ്രവൃത്തിയാണ് ഇവൻ ചെയ്യുന്നത്. ഞങ്ങൾ പച്ചയ്ക്ക് പറയാം. കാരണം വേറൊന്നുമല്ല, ഇവൻ ഞങ്ങൾക്ക് സാമ്പത്തികം ഓഫർ ചെയ്തിരുന്നു. ഞങ്ങളൊരു വീഡിയോ വിട്ടിരുന്നു, അതിൽ വോയിസ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഈ വൃത്തികെട്ടവന്റെ ഒരു പരാതി ഞങ്ങൾ ബോർഡ് മാനേജ്മെന്റിലേക്ക് അയച്ചു. 1 മാസം കഴിഞ്ഞു, എന്നാൽ നടപടികളൊന്നും ആയിട്ടില്ല. സംസ്ഥാന പോലീസ് വിജിലൻസിന്റെ ഒരു ഭാഗമായ KSEB വിജിലൻസിന്റെ എൻക്വയറി കഴിഞ്ഞു. ആ എൻക്വയറിയിൽ വ്യക്തമായി ഞങ്ങൾ തെളിവുകൾ ഹാജരാക്കിയതിന് ശേഷം ഞങ്ങൾ സ്ഥിരമായി ചെയർമാന്റെ നമ്പറിലേക്കും ചെയർമാന്റെ TA ആയ, നമ്മൾ പണ്ട് നമ്മുടെ ഇന്ദ്രൻസിനെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു വട്ടപ്പേരുണ്ട്. ആ വട്ടപ്പേര് ഞാനിപ്പോൾ പുറത്തു പറയുന്നില്ല. അദ്ദേഹത്തിനെയും ഞങ്ങൾ സ്ഥിരമായി വിളിക്കുന്നു. ചെയർമാൻ ആദ്യകാലങ്ങളിൽ ഫോൺ എടുത്തു, പിന്നെ എടുക്കുന്നില്ല. KSEB ലിമിറ്റഡിന്റെ ചെയർമാൻ ഫോൺ എടുക്കുന്നില്ല. മെസ്സേജ് അയച്ചാൽ അത് പ്രതികരിക്കുന്നില്ല. അവിടെ അഴിമതിയുണ്ട്. ഈ ചെയർമാൻ അഴിമതിക്കാരനാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഞങ്ങൾ കൃത്യമായി പറയാം. പ്രതികരിക്കാൻ കഴിവില്ലാത്ത ചെയർമാനെ അവിടെ ഇരുത്തേണ്ട കാര്യമില്ല. അയാൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം, 5 കോടി ജനങ്ങൾക്ക് കറണ്ട് വിതരണം ചെയ്യുന്ന സ്ഥാപനം. ഇയാൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഇയാൾ അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. ഇയാളെ പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോകും. KSEB നന്നാക്കാനാണോ ഇയാൾ വന്നത്, നശിപ്പിക്കാനാണോ ഇയാൾ വന്നതെന്ന് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ഞങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പരിശോധന പൂർത്തിയായാൽ ഞങ്ങൾ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതാണ്, അറിയിക്കുന്നു. ഞങ്ങൾ സ്ഥിരമായി CHRM വിളിക്കുന്നു, ലിൻ പരമേശ്വരൻ. അദ്ദേഹത്തിന്റെ വോയിസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നടക്കുന്നു. ഇയാൾ എന്താ നടത്താൻ? ഇയാൾ നടന്നാ പോകുന്നത് രാവിലെ വൈകിട്ടും. പിന്നെ ബ്ലോഗുകളിലെല്ലാം നടക്കുന്നു. പിന്നെ ഇയാളുടെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ അറിയാം, ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാൻ വിദഗ്ധനാണ്. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇയാൾ ട്രാൻസ്മിഷനിൽ ഇരുന്നപ്പോൾ പല ക്രമക്കേടുകളും കാണിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ കൈവശമുണ്ട്. ഇദ്ദേഹത്തിന് പെൻഷൻ മാർച്ചിലാണെന്ന് തോന്നുന്നു. അയാൾ സുഗമമായി പെൻഷൻ വാങ്ങാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് ചീഫ് വിജിലൻസ് ഓഫീസർ, അദ്ദേഹം IPS കാരനാണ്. ഞങ്ങൾ അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ആ ഫയല് വിജിലൻസ് ഓഫീസിലുള്ള രാജേഷിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. രാജേഷ് എന്ന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം 3 ദിവസം ഫോൺ വിളിച്ചിട്ട് എടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ CUG നമ്പറിലാണ് ഞങ്ങൾ വിളിച്ചത്. അവസാനം ഞങ്ങൾ ഒരു മെസ്സേജ് ഇട്ടു, താങ്കളുടെ കയ്യിലിരിക്കുന്ന CUG ഫോൺ നമ്പർ ഡിപ്പാർട്ട്മെന്റിൻ്റെതാണ്. അതിൽ പ്രതികരിക്കാതിരിക്കുന്നത് കുറ്റകൃത്യമാണ്, അച്ചടക്ക ലംഘനമാണ്. ഇല്ലെങ്കിൽ ആ CUG ഫോൺ ഉപയോഗിക്കരുത്. കൃത്യമായി പറഞ്ഞാൽ CUG ഫോൺ ഉപയോഗിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ളത്, 24 മണിക്കൂറും വിളിച്ചാൽ അവശ്യഘട്ടങ്ങളിൽ എത്താനാണ് ഇവർക്ക് ഓഫീസ് ഫോൺ കൊടുക്കുന്നത്. അത് മൊബൈല്, അതിൽ വാട്സപ്പും കാണണം. ആധുനിക സജ്ജീകരണങ്ങളുള്ള സംവിധാനങ്ങളാണ് KSEB ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അവകാശപ്പെടുന്നത്.
പക്ഷേ ചില ജീവനക്കാർ അത് പാലിക്കാറില്ല. ഈ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി 3 ദിവസം ഫോൺ ചെയ്തിട്ടും എടുക്കാതെ ആയപ്പോൾ ഞങ്ങൾ ഒരു മെസ്സേജ് ഇട്ടു. മെസ്സേജ് ഇട്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചു, എനിക്ക് സുഖമില്ലായിരുന്നു. സുഖമില്ലാത്തയാള് ഒരു മെസ്സേജ് ഇടാമല്ലോ. എന്നാൽ ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇദ്ദേഹവും വൃത്തികെട്ടവരും തമ്മിൽ ചില ബന്ധങ്ങളുണ്ടെന്ന്. ഞങ്ങൾ രാജേഷിനോട് ഒന്നുകൂടി പറയാം, ഏത് വൃത്തികെട്ടവനുമായി ബന്ധമുണ്ടെങ്കിലും ശരി, ഞങ്ങൾക്ക് നിയമം നടപ്പിലാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ രാജേഷ് അല്ല ഏത് കൊടികെട്ടിയ ചെയർമാൻ ആയിരുന്നാലും ഞങ്ങൾ പണി തരും. പണി തന്നെയാണ് തരുന്നത്. നിങ്ങൾ മാത്രമല്ല നിയമം പാലിക്കുന്നവർ, അതിന് മുകളിലും ആളുണ്ട്, അവരും നിയമം നടപ്പിലാക്കും. ട്രാവൻകൂർ എക്സ്പ്രസ് അങ്ങനെ നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. വെല്ലുവിളിച്ചുകൊണ്ട് പറയാം, ഈ വൃത്തികെട്ടവനായ ഈ ഓയയുടെ ഒറ്റുകാരനായ ഓയെ സംരക്ഷിക്കുന്നവനായ ഓയെ എന്ന് പറയുമ്പോൾ ഓഫീസർ അസോസിയേഷൻ ഇടതുപക്ഷ സംഘടനയുടെ പേരാണ് ഓയെ. പച്ചയ്ക്ക് പറയാം, OA. അവരാണ് അവനെ സംരക്ഷിക്കുന്നത്. അവര് സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ആരായിരിക്കണം? അവൻ കോൺഗ്രസ്സുകാരനല്ല. അവന്റെ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പ് ചേർക്കുന്നത് OA-യാണ്. ഈ അടുത്ത കാലത്തൊരു സംഭവം ഉണ്ടായി. ഇവന്റെ ഒരു മെമ്പർ പ്രമോഷൻ കിട്ടി കാസർഗോഡേക്ക് പോയി. ഒരു വനിതാ മെമ്പറാണ്. നേരത്തെ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷന്റെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയെ ചില കേസുകളിൽ കുടുക്കിയ വനിതയാണ്. പേര് പറയുന്നില്ല, എന്തെന്നാൽ ചില നിയമങ്ങൾ അതിനനുവദിക്കുന്നില്ല. എന്നാലും ഞങ്ങൾ അവർക്കെതിരെ പരാതി നൽകിയിരുന്നു. അവരെ തിരുവനന്തപുരത്തെ വൈദ്യുതി ഭവന്റെ ആസ്ഥാന മന്ദിരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നിയമവിദഗ്ധയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ചീഫ് ലീഗൽ അഡ്വൈസർ, റിട്ടയർഡ് ജില്ലാ ജഡ്ജി, ചീഫ് ലീഗൽ അഡ്വൈസർ, നമ്മുടെ റിട്ടയർ ചെയ്ത ജില്ലാ ജഡ്ജി, അദ്ദേഹം അവരെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ആവശ്യമുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബോർഡ് മാനേജ്മെന്റിലേക്ക് കത്തെഴുതുകയാണ് സൂചിപ്പിച്ചത്. ഇവർക്ക് നിയമം അറിയുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. നിയമം അറിയാൻ സാധ്യതയില്ല. വർഷങ്ങളോളം മറ്റു കേന്ദ്രങ്ങളിലാണ് അവർ ജോലി ചെയ്തിരുന്നത് SA ആയിട്ട്. സൂപ്രണ്ടായപ്പോഴാണ് കാസർഗോഡേക്ക് പോയത്. തിരിച്ചിവിടെ കൊണ്ടുവരാൻ ഈ വൃത്തികെട്ടവന്റെ യൂണിയന്റെ മെമ്പർ തന്നെയാണ്. അതുകൊണ്ട് OA അവർക്ക് ആസ്ഥാന മന്ദിരത്തിലേക്ക് ട്രാൻസ്ഫർ നൽകി. ആ ട്രാൻസ്ഫർ ഓർഡർ കണ്ട് ഞങ്ങൾ അതിശയിച്ചു. കോൺഗ്രസിന്റെ മെമ്പർ ആണെങ്കിൽ കാസർഗോഡ് അടുത്ത ഭരണം വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ മാനദണ്ഡം അനുസരിച്ച് ട്രാൻസ്ഫർ നൽകും. എത്രയോ കോൺഗ്രസിന്റെ പ്രവർത്തകർ ജില്ലയ്ക്ക് വെളിയിൽ ജോലി ചെയ്യുന്നു, അവർക്കൊന്നും ട്രാൻസ്ഫർ ഇല്ല. ഈ വൃത്തികെട്ടവൻ OA വളർത്തി വലുതാക്കിയ കോൺഗ്രസിന്റെ വിമത സംഘടനയായി പ്രവർത്തിക്കാൻ വേണ്ടി OA നേതൃത്വം നൽകുന്ന ഈ വൃത്തികെട്ടവന്റെ സംഘടന മെമ്പർ ആയതുകൊണ്ടാണ് ഇവർക്ക് വൈദ്യുതി ഭവനിലേക്ക് ട്രാൻസ്ഫർ നൽകിയത്. ഇനി ഒന്നും കൂടി പറയാം, ഈ വൃത്തികെട്ട AE-ആയ പ്രശാന്തിനെ OA-യാണ് വളർത്തി വലുതാക്കി കൂട്ടുകച്ചവടത്തിനും കൂട്ടിക്കൊടുപ്പിനും മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാൻ പ്രേരിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ വിശദമായ ഘട്ടങ്ങളിലേക്ക് പോവുകയാണ്. ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ബോർഡ് മാനേജ്മെന്റ് ആമാന്തിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വേറെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയതിനനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ചോദിച്ചിരുന്നു. അതും മരവിപ്പിച്ചു. അപ്പോൾ OA എന്ന് പറയുന്ന സംഘടനയാണ് ഈ വൃത്തികെട്ട പരമചേറ്റയെ സംരക്ഷിക്കുന്നതെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ചേറ്റകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ട്രാവൻകൂർ എക്സ്പ്രസിന് അറിയാം. ട്രാവൻകൂർ എക്സ്പ്രസിന് 2 മുഖമുണ്ട്. ഒന്ന് നിയമപരമായി നേരിടുകയും മറ്റൊന്ന് ഈ വൃത്തികെട്ടവനെ പൊതു സമൂഹത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് OA-യുടെ ചാരനാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക്
പ്രിന്റ് ചെയ്ത മാസിക വിതരണം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പുതുവർഷ പുലരിയിലുള്ള മാസികയിൽ അദ്ദേഹത്തിന്റെ ബഹുവർണ്ണ കവറിലുള്ള വാർത്ത പ്രസിദ്ധീകരിക്കുമെന്ന് ഞങ്ങൾ അറിയിക്കുന്നു.